ഹായ് ഹലോ മുത്തുമണീസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് സുഖമാണ്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോഴേ എന്താണെന്ന് മനസ്സിലായി കാണും അല്ലേ? മണാലി ട്രിപ്പ്. അത് തന്നെയാണ് ഗൈസ് ഇന്നത്തെ കണ്ടന്റ്. നമ്മൾ ട്രിപ്പ് പോയി വന്നേ പിന്നെ ഇത്രയും ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എവിടെ ട്രിപ്പ് പോയിട്ട് എവിടെ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, എവിടെയാണെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഈ ഫെബ്രുവരി 24-നായിരുന്നു കേട്ടോ ട്രിപ്പ് പോയത്. അപ്പോൾ 10th ആനിവേഴ്സറിയുടെ സ്പെഷ്യലായിട്ട് നമ്മൾ ഒരു ഹണിമൂൺ പോലെ ഞാനും ഏട്ടനുമായിട്ട് സെറ്റ് ചെയ്ത ഒരു ട്രിപ്പാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ടിക്യൂർ ടൂർ എന്ന് പറയുന്ന ഒരു ഹോം പേജിൽ നിന്ന് ഒരു ഏജൻസിയുടെ കീഴിലാണ് കേട്ടോ ഞങ്ങൾ പാക്കേജ് എടുത്തിട്ടാണ് പോയത്. നമ്മൾ വീട്ടിൽ നിന്ന് ഊബർ എടുത്തിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു ടിപ്പ് തരാം ഗൈസ്, വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ട്രെയിനിലായാലും ഫ്ലൈറ്റിലായാലും യാത്ര ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും 1 മണിക്കൂർ മുന്നേ അവിടെ എത്താൻ കണക്കിന് വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. കാരണം നമ്മൾ ട്രെയിനും ഫ്ലൈറ്റും ആയാലും ഒന്ന് മിസ്സാക്കി കഴിഞ്ഞാൽ അതൊരു സാഡല്ലേ. അതുകൊണ്ട് എല്ലാവരും മാക്സിമം 1 മണിക്കൂർ മുന്നെങ്കിലും ഇറങ്ങാൻ ശ്രമിക്കുക കേട്ടോ. അതൊരു ചെറിയൊരു ടിപ്പാണ്. പിന്നെ നമ്മൾ 10 വർഷം കഴിഞ്ഞതിൻ്റെ ഒരു ആനിവേഴ്സറി സെലിബ്രേഷനും കൂടിയാണ് കേട്ടോ. പിള്ളേരെ ഒന്നും കൊണ്ടുപോകാമെന്ന് വെച്ചാൽ ഞങ്ങൾക്കും സ്ഥലങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളൊന്ന് പോയി ഫസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പിള്ളേരെ കൊണ്ടുപോകുക എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയ ട്രെയിൻ ഏതാണെന്ന് വെച്ചാൽ നിസാമുദ്ദീനാണ് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്തു നിന്നും നിസാമുദ്ദീൻ സ്റ്റേഷൻ വരെയുള്ള നിസാമുദ്ദീൻ ട്രെയിനിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ സീസൺ ടൈമിൽ ടിക്കറ്റ് കിട്ടാൻ വലിയ പാടായിരുന്നു. അപ്പം നേരത്തെ തന്നെ ബുക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഫെബ്രുവരി 24-നെങ്കിലും കിട്ടിയത് കേട്ടോ. കാരണം സീസൺ വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ 3rd AC-യിലാണ് ട്രാവൽ ചെയ്തത്. നല്ല ട്രെയിനായിരുന്നു കേട്ടോ. നീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. നല്ല നീറ്റായിട്ടുള്ള ട്രെയിനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സോണും ആയിരുന്നു കേട്ടോ. നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ പിന്നെ നല്ല ട്രാവലിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉള്ളിലുള്ളതുകൊണ്ട് നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോ സമയവും. നമ്മൾ M3 കോച്ചിൽ 37, 38 എന്നുള്ള സീറ്റിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഇരുന്നത്. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ട്രെയിനായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയി. കാരണം നല്ല നീറ്റ് ഉണ്ട്. നോർമലി ട്രെയിന് മുമ്പ് നമ്മൾ ട്രെയിൻ യാത്ര പോയിട്ടുള്ള ആൾക്കാരാണ് അതിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ടോയ്ലറ്റ് ആയാലും നല്ല നീറ്റായിരുന്നു. 2:10 ട്രെയിൻ വന്നത്. നമ്മൾ 2:20 കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും വലിയ ലാഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 10 മിനിറ്റ്സിനകത്ത് തന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് നിസാമുദ്ദീൻ സ്റ്റേഷൻ വരേക്കും 52 മണിക്കൂറാണ് കേട്ടോ ട്രെയിനിൽ യാത്ര വേണ്ടി വന്നത്. വന്നിട്ട് ആദ്യമൊന്നും നമ്മുടെ ഇരിക്കുന്ന സീറ്റിൻ്റെ അടുത്തൊന്നും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാണ് കിടന്നത് കേട്ടോ. അപ്പം നമ്മൾ രണ്ടുപേരും ഓരോന്നും സംസാരിച്ചും ചിരിച്ചും കളിച്ചും വീഡിയോസൊക്കെ എടുത്തും ടൈം പോയത് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈം. പിന്നെ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സീറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആലപ്പുഴയിൽ നിന്ന് കയറിയിട്ടുള്ള ഒരു ടോണി എന്ന് പറയുന്ന ഒരു ചെക്കനുണ്ടായിരുന്നു കേട്ടോ. അവൻ ആദ്യമൊന്നും നമ്മുടെ അടുത്ത് കമ്പനി ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു സ്മൈൽ മാത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ പാലക്കാട് നിന്ന് നമുക്ക് റീഫൽ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെ കിട്ടി കേട്ടോ. അവൻ ഡൽഹിയിൽ +2-ന് പഠിക്കുമായിരുന്നു. ആൻറ്റിയുടെ വീട്ടിൽ നിന്നിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം അവൻ നാട്ടിൽ നിന്നിട്ട് തിരിച്ച് പോകുന്ന ഒരു യാത്രയായിരുന്നു കേട്ടോ അവൻ്റെത്. പിന്നെ ഞങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്നും 3 ഹിന്ദി ബായിമാരെ കിട്ടി കേട്ടോ. അവർ ഹിന്ദി ബായി എന്ന് പറയാൻ പറ്റൂല. അതിലൊരാൾക്ക് നല്ലപോലെ മലയാളം അറിയാം. അവർ ഗുരുവായൂർ അമ്പലത്തിൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറം വെച്ചിട്ട് മിഠായി ഷോപ്പ് നടത്തുന്ന 3 ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ നമ്മളിരിക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ആൾക്കാരായിരുന്നു വന്നത്. ഹിന്ദി ആണെങ്കിലും നമ്മൾ സംസാരിച്ചും ചിരിച്ചും കളിച്ചും ടൈം പോയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കയറിയ അന്ന് ഉച്ചത്തേക്ക് നമ്മൾ ഫുഡ് കൊണ്ടാണ് കയറിയത്. മുട്ടക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചപ്പാത്തി കയ്യിലുണ്ടായിരുന്നു. അതായിരുന്നു ഉച്ചത്തേക്ക് കഴിച്ചത്. പിന്നെ രാത്രിത്തേക്ക് നമ്മൾ മീനച്ചാറും ചപ്പാത്തിയും കഴിച്ചിട്ട് കിടന്നുറങ്ങി. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിറ്റേന്ന് രാവിലെ എണീറ്റ് നമ്മൾ ബ്രഷ് ചെയ്ത് ഫ്രഷായി ഒന്ന് റീഫ്രഷ് ആയിട്ടാണ് പിന്നെ ട്രാവൽ കണ്ടിന്യൂ ചെയ്തത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ 2 ബാഗുള്ളതിൽ ഒന്നിൽ ഫുഡും ഒന്നിൽ ഡ്രസ്സൊക്കെയാണെന്ന്. അതിൽ ആ ഒന്നിലുണ്ടായിരുന്ന സംഭവം എന്തെന്ന് വെച്ചാൽ ചപ്പാത്തി, ബ്രെഡ്, മീനച്ചാറ്, പീനട്ട് ബട്ടർ, ജാം, ആപ്പിള്, ഇങ്ങനെ പിന്നെ ബിസ്ക്കറ്റ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ ഞങ്ങൾ കൊണ്ടുവന്നത്. മാക്സിമം നമ്മൾ ആദ്യമൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന ഫുഡായിരുന്നു കഴിച്ചത്. അതായത് ചപ്പാത്തിയും ഒക്കെയാണ് ആദ്യമൊക്കെ കഴിച്ചത്. മാക്സിമം ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കേണ്ടെന്നുള്ള പ്ലാൻ ഉള്ളത് കൊണ്ടാട്ടോ മാക്സിമം ഫുഡ് കൊണ്ടുവന്നത്. പിന്നെ ട്രെയിനിൽ നിന്ന് നമുക്കൊരു പില്ലോയും ഒരു കമ്പിളിയും പിന്നെ ഒരു അല്ലാണ്ടൊരു ഫ്രഷ് ആയിട്ടുള്ള
വൈറ്റ് ബെഡ്ഷീറ്റും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നീറ്റായിട്ടുള്ള ബെഡ്ഷീറ്റായിരുന്നേ, അതും തന്നിട്ടുണ്ടായിരുന്നു. അത് രാത്രിത്തെ ഞാൻ പറഞ്ഞില്ല, രാത്രിത്തെ വിഷ്വൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ചെന്ന എക്സൈറ്റ്മെന്റിൽ അങ്ങനെ അങ്ങ് ട്രെയിനിൽ അങ്ങ് അലിഞ്ഞു പോയി എന്നൊക്കെ പറയില്ല, അതുപോലെ ആയിപ്പോയി. പിന്നെ ആൾക്കാരുമായിട്ട് സംസാരിച്ചിരിക്കുന്നപ്പോഴത്തേക്കും നമ്മൾ വീഡിയോയുടെ കാര്യം വിട്ടുപോയതാണ്. അപ്പൊ ഞാൻ പറയല്ലേ, ഈ ട്രെയിനിന്റെ കാര്യം നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രെയിൻ ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ എല്ലാ സ്ഥലത്തെയും പറ്റി വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കില്ല, അയ്യോ ഇതെന്താ എല്ലാ സ്ഥലങ്ങളും മാത്രം കാണുന്നത്. കാരണം ഞാൻ കണ്ട് ഞാൻ ഫീൽ ചെയ്ത പോലെ കുറച്ചെങ്കിലും 52 മണിക്കൂർ കൊണ്ട് ഞാൻ കണ്ട കാര്യങ്ങള് വെറും നിങ്ങൾക്ക് ഒരു 16 മിനിറ്റ് കൊണ്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങൾ കുറച്ചെങ്കിലും കണ്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും കാണാൻ പറ്റുന്ന രീതിക്ക് വീഡിയോസ് ഒക്കെ എടുത്തത് കേട്ടോ. സ്ഥലങ്ങളുടെ പല്ലൊക്കെ തേച്ച് റിഫ്രഷ് ആയി വന്നിട്ട് നമ്മൾ പിന്നെ കഴിച്ചത് ബ്രെഡും പീനട്ട് ബട്ടറും ഒരു രണ്ട് ബ്രെഡും പീനട്ട് ബട്ടറും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ട്രെയിനിലുള്ള കോഫി അത്ര നല്ലതല്ല. അപ്പം അതുകൊണ്ട് കോഫിയൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. കൂടുതലും ഞങ്ങൾ ഇങ്ങനെ സ്റ്റോപ്പ് നിർത്തുമ്പോഴത്തേക്ക് സ്റ്റോപ്പിൽ നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഏട്ടൻ പോയിട്ട് നമ്മുടെ മിഷൻ കോഫി ആയിരുന്നു വാങ്ങിച്ചുകൊണ്ട് വന്നത്. ട്രെയിനിലിരിക്കുമ്പോൾ ഒരു കോഫിയെങ്കിലും കുടിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര മുഷിച്ചിൽ വരും കേട്ടോ. അതുകൊണ്ട് കോഫി ആയിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ കുടിച്ചതെന്ന് പറയാൻ പറ്റുന്ന സാധനങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ആ ഹിന്ദി ഭായിമാർ അവരുടെ പേരെങ്ങനെയായിരുന്നു വെച്ചാൽ, ആ ചേട്ടൻ്റെ കല്യാണ ചെറുക്കൻ ചേട്ടൻ്റെ മൂത്ത ചേട്ടൻ്റെ കല്യാണത്തിനായിരുന്നു ഇവർ തിരിച്ചത്. അപ്പം ആ ചേട്ടൻ്റെ പേര് മനീഷ് എന്നായിരുന്നു. മനീഷ്, പവൻ, നിതിൻ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അവരുടെ പേര്. പിന്നെ ആ റെയ്ഫലുമായിട്ട് നമ്മൾ ഭയങ്കര കമ്പനിയായിട്ടോ. അവൻ ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ചാനലിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊന്നും നമ്മൾ സ്റ്റോപ്പുകളിൽ ഇറങ്ങിയോ കാണിയോ ഒന്നും ചെയ്തില്ല കേട്ടോ. നമ്മൾ വെളിയിൽ ഇറക്കലില്ലായിരുന്നു. ആകെ ഏട്ടൻ പോയി കോഫി വാങ്ങിക്കും, അകത്ത് കയറും, അങ്ങനെയായിരുന്നു. നമ്മൾ ആകെ 2 സ്റ്റോപ്പുകളിൽ മാത്രമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും മനീഷ് എന്ന് പറയുന്ന ബ്രോ നമുക്ക് സ്ഥലങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ്, അവിടെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് ചെറുതായിട്ട് മലയാളം കൂടെ അറിയാന്നുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. അതുമാത്രമല്ല, നമുക്കിപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ നമുക്കിപ്പം അറിയാത്ത ആൾക്കാരോ അല്ലെങ്കിൽ സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അല്ലാണ്ട് തന്നെ അറിയാൻ ഒരു വഴിയുണ്ട് കേട്ടോ. മൈ ട്രെയിൻ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ എവിടെ എത്തി, ആ ട്രെയിൻ ആ സ്റ്റേഷനിൽ എത്ര സമയം പിടിച്ചിടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ആപ്ലിക്കേഷൻ വഴി അറിയാം കേട്ടോ. നമ്മൾ ട്രെയിനിൽ നിന്ന് ഉച്ചത്തേക്ക് ഫുഡ് ട്രെയിനിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ബിരിയാണി ആയിരുന്നു. എല്ലാവരും കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാ. പക്ഷെ നല്ല ബിരിയാണി ആയിരുന്നു. ഭയങ്കരപ്പെട്ട ഫ്ലേവറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ചിക്കൻ കറിയും ബിരിയാണി റൈസും നല്ലതായിരുന്നു. പിന്നെ ബിരിയാണിയുടെ റേറ്റ് വന്നിട്ട് 120 രൂപയായിരുന്നു. നമുക്ക് 2 പേർക്കും അത്യാവശ്യം വയറ് നിറയാൻ കണക്കിനുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴി നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ പിന്നെ എൻ്റെ പൊന്നു മക്കളെ, സത്യം പറഞ്ഞ 2 സൈഡ് ചോളം, ഗോതമ്പ്, മല്ലിയില, കടുക്, അങ്ങനെ വന്നിട്ട് ഒരുപാട് കൃഷി, നാരങ്ങ കൃഷി, പിന്നെ ഓർത്തോർത്ത് എടുക്കുവാണ് കേട്ടോ. ഓരോന്നും ഒരുപാട് കൃഷികളുടെ ഇങ്ങനെ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ ഫോണിൽ അല്ലെങ്കിൽ വീഡിയോയിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു കുളിർമയുണ്ടല്ലോ, കണ്ണിനൊരു പ്രത്യേക രസമാണ് കേട്ടോ അത് കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ നമ്മൾ അന്നേരം വന്നിട്ട് ഓരോ സ്ഥലങ്ങളുടെ പേര് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വാരണാസിയിൽ എത്തിയപ്പോൾ മണി 2:37 ആയി കേട്ടോ. അതായത് 25-ാം തീയതി 2:37 ആയപ്പോഴാണ് നമ്മൾ വാരണാസിയിൽ റീച്ച് ആയത്. പിന്നെ ട്രെയിന് ഓരോരുത്തരെയായിട്ട് പുതിയ പുതിയ ആൾക്കാർ ഇങ്ങനെ വന്നും പോയി ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചില ആൾക്കാർ നമ്മുടെ സ്ഥലം മാറി കയറുന്ന ആൾക്കാർ, പിന്നെ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് എന്താണ് ജസ്റ്റ് വന്നിട്ട് ഇതിൽ കയറിയിട്ട് അടുത്ത ഇതിലോട്ട് പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലുള്ളവർ, അങ്ങനെയൊക്കെ വന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മനീഷ് ബ്രോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നു. കാരണം നല്ലൊരു വ്യക്തി കേട്ടോ. ഇങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ പരിചയപ്പെടുമ്പോൾ ആണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ടോണിയും നല്ലൊരു ഫ്രണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഹാവ് വെച്ചിട്ടാണ് അവൻ നമ്മുടെ അടുത്ത് കൂട്ടായത്. എങ്കിലും നല്ലൊരു ക്യാരക്ടറായിരുന്നു കേട്ടോ ടോണീൻ്റെ.
വന്നിട്ട് ഇതൊരു പുതിയ ബായി ആയിരുന്നു. ഇയാളുടെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. വന്നിട്ട് പാതിക്ക് പരിചയപ്പെട്ട അപ്പൂപ്പനാണ് കേട്ടോ. ഈ അപ്പൂപ്പൻ്റെ പേര് രാം സോക്ക് എന്നാണ്. രാം എന്നാണ് പേര്. സോക്ക് എന്ന് പറയുന്ന കുടുംബ പേരാണ്. ഇടയ്ക്കിടയ്ക്ക് ടോണിയും ഹായ് പറയുന്നുണ്ട്. പിന്നെ അപ്പൂപ്പൻ ആദ്യമൊക്കെ എൻ്റെ മുഖത്തേക്ക് ബും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ അങ്ങ് പയ്യെ ചിരിച്ചും കളിച്ചും കമ്പനിയാക്കി എടുത്തു കേട്ടോ. പക്ഷെ ആള് നല്ല വൈബുള്ള ആളാണ്. ആള് പിന്നെ നമ്മുടെയോടൊപ്പമൊക്കെ വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. സീറ്റിൻ്റെ അടുക്ക് വന്നിരുന്നു. പിന്നെ നമ്മൾക്ക് വീഡിയോയ്ക്കൊക്കെ ഹായ് പറയുന്നുണ്ടായിരുന്നു, ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു വല്ലാണ്ടൊരു എൻ്റെ അപ്പൂപ്പനെയൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നത് ഈ ടൈമിലാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്ന ടൈമിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ പിടിക്കുന്ന സമയത്താണ് എല്ലാവരും സൈലൻ്റ് ആവുന്നത് കേട്ടോ. അതർവൈസ് ഭയങ്കര സംസാരവും ബഹളവും ഒക്കെ ആയിരുന്നു. ഓരോ സ്റ്റോപ്പ് ഇറങ്ങുമ്പോഴും ഇവർ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു സീറ്റിൽ അടുത്തിരുന്ന ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് രണ്ട് സൈഡും കൃഷി ആയതുകൊണ്ട് എനിക്കതൊക്കെ ഒപ്പിയെടുക്കണ്ടാന്ന് ഒരു തോന്നൽ പോലും ഉണ്ടായിരുന്നില്ല. എല്ലാം ഇങ്ങനെ നിങ്ങളെ കൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്ക് ട്രെയിനിൽ വെച്ച് ഒരു കുഞ്ഞു വാവയെ പരിചയപ്പെട്ടു കേട്ടോ. അവൻ ആദ്യമൊന്നും എന്നോട് മിണ്ടിയില്ല, പക്ഷെ പിന്നെ മിണ്ടി തുടങ്ങി. ആദ്യമൊന്നും എന്നെ മൈൻഡ് വെച്ച് പോലും ഇല്ല കേട്ടോ. ഞാൻ പിന്നെ പയ്യെ അവന് ചോക്ലേറ്റൊക്കെ കൊടുത്താണ് കേട്ടോ ഞാൻ മിണ്ടി തുടങ്ങിയത്. മിണ്ടി തുടങ്ങിയപ്പോൾ ഭയങ്കര കമ്പനിയായി. അവൻ്റെ കയ്യിലുള്ള മുന്തിരിങ്ങ കൊണ്ട് എനിക്ക് തരാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്തൊക്കെയോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ അവനെ കൊടുത്ത് ഭയങ്കര, കാരണം അവനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കാശിയും ദേവുവിനെയും ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. നമ്മൾ അവരെ വിട്ടിട്ടല്ലേ, ലൈഫിൽ ആദ്യമായിട്ടാണ്, ഒരു ദിവസം പോലും നമ്മൾ മാറി നിന്നിട്ടില്ല. ലൈഫിൽ ആദ്യമായിട്ടാണ് അവരെ വിട്ടിട്ട് നമ്മൾ വരുന്നത്. പിന്നെ ട്രെയിന് തിരിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയത് ബബീന എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിലാണ് കേട്ടോ. അവിടെ 10-15 മിനിറ്റോളം ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ട്രെയിനിൽ നിന്ന് വെളിയിലിറങ്ങിയ സ്ഥലം. ബബീനിൽ അത്യാവശ്യം ട്രെയിന് നിർത്തിയിട്ട് കേട്ടോ. അവിടെ വെച്ചിട്ട് നമ്മളൊന്ന് ഇറങ്ങി പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കി കുറച്ച് നേരമൊക്കെ നിന്ന്. പിന്നെ കോഫി വാങ്ങിക്കാനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അവിടെ. പിന്നെ കടയൊന്നും കണ്ടില്ല. പിന്നെ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി. പിന്നെ നമ്മുടെ മനീഷ് ബ്രോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, നമുക്കിനിയിപ്പോൾ ബബീനെ കഴിഞ്ഞിട്ട് ആഗ്രയിൽ നല്ലതുപോലെ നിർത്തിയിടും, അവിടെ നല്ല ആഗ്ര സ്വീറ്റ്സും ആഗ്ര ചായ എന്ന് പറഞ്ഞാൽ ഒരു മസാല ടീ ഒക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ അവിടെ പോയിട്ട് ചായ കുടിക്കാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അടുത്ത ടിപ്പിന് പറയാനുള്ള സമയമായി. ഓരോ നമ്മുടെ സ്റ്റോപ്പിൽ നിർത്തുമ്പോഴും ചാടി ഇറങ്ങാണ്ടിരിക്കുക. അത് ഭയങ്കര സേഫ് അല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ടൈം കൂടുതൽ നിർത്തുന്ന അറിയുന്ന സ്റ്റോപ്പുകളിൽ കുറച്ച് നേരം ഇറങ്ങിയാൽ സാരില്ല. ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പിലും നിങ്ങൾ ഇറങ്ങാതിരിക്കുക കേട്ടോ. അതെൻ്റെ ഒരു ചെറിയൊരു ടിപ്പാണ്. ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ടിപ്പും കൂടെ പറഞ്ഞാലേ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുള്ളൂ. കാരണം നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. പിന്നെ ട്രെയിൻ ഞാൻ പറഞ്ഞില്ലേ 52 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ നിസാമുദ്ദീനിൽ എത്തേണ്ടത്. പിന്നെ ടൈം നോക്കുമ്പോഴൊക്കെ നിസാമുദ്ദീൻ ട്രെയിൻ കുറച്ച് ലേറ്റ് എന്ന് കാണിക്കുന്നുണ്ട് നമ്മൾ പോവേണ്ട സ്റ്റേഷനിൽ. പിന്നെ ആഗ്ര സ്റ്റേഷൻ എത്തി കേട്ടോ. ആഗ്ര സ്റ്റേഷനിൽ 10-15 മിനിറ്റോളം ട്രെയിൻ നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാനും പിന്നെ ഒരു ചായയൊക്കെ കുടിക്കാനും ഒക്കെ ടൈം ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആഗ്ര സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സെയിലിന് ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് വാങ്ങിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ നേരെ മണാലിക്കാണല്ലോ പോകുന്നത്. അപ്പം ഈ സാധനം വാങ്ങിച്ചിട്ട് വീണ്ടും ചുമക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തിരിച്ചെന്തായാലും ആഗ്ര ടച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം തിരിച്ച് വരുമ്പോൾ മേടിക്കുക എന്നുള്ള പ്ലാനിങ്ങിൽ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ വന്നിട്ട് 100 രൂപ, 150 രൂപ, 200 രൂപ, 300 രൂപ അങ്ങനത്തെ റേഞ്ചിലാണ് കേട്ടോ ആഗ്ര സ്വീറ്റ്സ് വാങ്ങിക്കാൻ കിട്ടുക. പിന്നെ എല്ലാ സ്റ്റേഷനിലും നിർത്തുമ്പോഴും അവിടെ സമൂസ ഭയങ്കരമായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ല. സമൂസ ഒരുപാട് വാങ്ങിക്കാൻ കിട്ടുന്ന സ്ഥലങ്ങളായിരുന്നു കേട്ടോ ഈ നോർത്ത് ഇന്ത്യൻ സൈഡ്. പിന്നെ നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കുറവായിരുന്നു. നോൺ വെജ് തീരെ ഇല്ലെന്ന് വേണം പറയാൻ. നമ്മുടെ ട്രെയിനിൽ തന്നെ ഫുഡ് പിന്നെ കൊണ്ടുവന്നത് അണ്ട ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു. അതായത് മുട്ട ബിരിയാണി ഒക്കെ ആയിരുന്നു. വെജിറ്റേറിയൻസ് ആയിരുന്നു കൂടുതലും ഫുഡ് ഐറ്റംസ്. നമ്മൾ ഈ ആഗ്രയിൽ നിന്ന് അകത്ത് കയറുന്ന ടൈമിലാണ് മസാല ടീ കൊണ്ടുവന്നത് കേട്ടോ. അടിപൊളി ടീ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ലൈഫിൽ ഒരിക്കലെങ്കിലും അത് കുടിച്ചു നോക്കണം കേട്ടോ. ഉറപ്പായിട്ടും കുടിച്ചു വെക്കേണ്ട സാധനമാണ്. അത് മണ്ണിൻ്റെ ടേസ്റ്റും പിന്നെ മസാലയുടെ ടേസ്റ്റും ഒക്കെ ഞാൻ അനുഭവിച്ച ഒരു ടൈമാണ് കേട്ടോ ഇത്. പിന്നെ
നമുക്ക് തരുന്ന ചായ തരുന്ന കപ്പ് എന്ന് പറഞ്ഞാൽ മൺപാത്രത്തിലുള്ള ഒരു കപ്പാണ് കേട്ടോ. 3:45 ആയപ്പോൾ അടുത്ത ട്രെയിൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങിപ്പോയി എണീക്കുമ്പോൾ ഓക്കല എത്തിക്കഴിഞ്ഞിരുന്നു. 6:29 സമയമായി. അതിനിടയ്ക്ക് മധുര സ്റ്റേഷൻ എത്തുന്ന സമയത്ത് നമ്മുടെ അപ്പൂപ്പൻ പോയായിരുന്നു. അപ്പൂപ്പൻ അവിടെ ഇറങ്ങുമ്പോൾ ഇനി വരുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ നമ്മുടെ രാമപ്പൂപ്പൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു 2-3 സ്റ്റോപ്പ് കഴിയുമ്പോൾ തന്നെ നിസാമുദ്ദീൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിസാമുദ്ദീൻ എത്തിയിട്ട് കുറേ ദൂരം നടന്നിട്ടാണ് മെട്രോ സ്റ്റേഷൻ കയറിയത് കേട്ടോ. മെട്രോ സ്റ്റേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ടിക്കറ്റ് എടുക്കുന്നതെന്ന് അറിയാത്ത ഇരുന്ന സമയത്ത് ഈ ചെറുക്കൻ ദൈവത്തെ പോലെ വരുമായിരുന്നു കേട്ടോ. ഇവൻ്റെ അധികം വീഡിയോസൊന്നും നമ്മുടെ കയ്യിലില്ല, എങ്കിൽ കൂടിയും കിട്ടിയതിടത്തോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഫുൾ ടെൻഷനിലായിരുന്നു ഞങ്ങൾ. ഇവിടെ മൊത്തം മെട്രോയിൽ 10 ലൈൻ ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് 2 ലൈനിൽ ഇറങ്ങി വേണം പോവാം. അപ്പോൾ ഇവനായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്തത്. വന്നിട്ട് വയലറ്റ് ലൈനിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ടിക്കറ്റ് എടുത്ത് വയലറ്റ് ലൈനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അടുത്ത് ട്രെയിൻ പിടിച്ചിട്ട് അടുത്ത മെട്രോ ആ ടിക്കറ്റ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. ആ ടിക്കറ്റ് തന്നെ യൂസ് ചെയ്ത് രണ്ടാമത്തെ റെഡ് ലൈനിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അടുത്ത ട്രെയിൻ കയറിയാണ് അടുത്ത മെട്രോ എടുത്തിട്ടാണ് റെഡ് ലൈനിലേക്ക് പോയത്. അപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിപ്പോയി. പക്ഷെ ആ ഒരു ചെക്കൻ ഉണ്ടായിരുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ പെട്ടുപോയേനെ കേട്ടോ. അവനാണ് നമുക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്തത്. അതിന് ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം നമുക്ക് അറിഞ്ഞൂടാത്തൊരു സ്ഥലമല്ലേ, അറിഞ്ഞൂടാത്ത കാര്യങ്ങളല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരാളെ നമുക്ക് കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. അങ്ങനെ നമ്മൾ നേരെ റെഡ് ലൈനിൽ ഇറങ്ങി കശ്മീർ ഗേറ്റ് ഇറങ്ങി അവിടുന്ന് നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് നമ്മുടെ ബസ് എടുക്കേണ്ട നമ്പർ 50 ആയിരുന്നു. പക്ഷെ നമ്മളവിടെ 7:30 എത്തേണ്ടിയിരുന്നത്. പക്ഷെ ട്രെയിൻ ലേറ്റ് ആയതും മെട്രോ പിന്നെ കുഴപ്പിച്ചതൊക്കെ കൊണ്ട് നമ്മൾ എത്തിയപ്പോൾ 8:14 ആയി കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് വേറൊരു ബസ് അവർ അറേഞ്ച് ചെയ്താലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ് പോയത്. അപ്പം ഇനി ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുള്ള ഇതിൻ്റെ ബാക്കി വീഡിയോസ് വരുന്നുണ്ടായിരിക്കും. ഇത് ഫസ്റ്റ് പാർട്ടിൽ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. അപ്പം അടുത്ത പാർട്ടിലേക്ക് വരുന്നവരേക്കും ബൈ ടാറ്റ, ടേക്ക് കെയർ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കല്ലേ.